ചെർപ്പുളശ്ശേരിയിൽ നിന്ന് നേരെ വാളയാറിലോട്ട്. അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ പ്രകൃതിയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും ആസ്വദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ മനുഷ്യനെന്ന അത്ഭുതം പ്രത്യക്ഷപ്പെട്ട ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുലർച്ചെ 4:30 എഴുന്നേൽക്കേണ്ട ഞാൻ വൈകി 6 മണി ആയപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി. ഇന്നലെ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ടെൻറ്റ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് മടക്കിക്കൂട്ടി പമ്പിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പാലക്കാടേക്ക് പോകുന്ന റോഡാണ്. മുണ്ടൂർക്കൊക്കെ പോകുന്ന റോഡ്. പോകുന്നേക്ക് ഇവിടെ ഒരു ചായക്കട കിട്ടി. ബോർഡൊന്നുമില്ല, പക്ഷേ ചായക്കടയാണ്. ഇവിടെ കയറി പുട്ടും കടലേക്ക് കഴിച്ചിട്ട് പോകാം. തൃപ്രയാറൊക്കെ അറിയാം. ശരി. അറിയില്ല. കറി ഇവിടെ ഉണ്ട്, പക്ഷേ പഴം കിട്ടിയിട്ടുണ്ട്, പപ്പടമുണ്ട്. പഴം പുട്ടും കൂട്ടി ഒരു പിടി പിടി. ഇങ്ങനെ ആയിരിക്കില്ല, എനിക്കൊന്ന് കാസർഗോഡ് പോയായിരിക്കും. ഓക്കെ. വരുന്ന വഴിക്ക് ഈ കെട്ടിടത്തിൻ്റെ പഴക്കം കണ്ട് നിർത്തിയാണ് കേട്ടോ. കയറി ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇങ്ങനെ പേക്ക് ചെയ്യുമല്ലേ. എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ അരിമുറുക്ക് എന്ന് പറഞ്ഞേ? അരിമുറുക്ക് തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ അരി വറുത്ത് കഴിഞ്ഞാലുള്ള ഒരു രുചി തന്നെ. പിന്നെ അതിലെന്താ ഇട്ടുള്ളത്? ഇതെന്ത് സാധനം ഇട്ടിട്ടുണ്ട്? ജീരകം പോലെ എന്തോ ഒരു സാധനം. കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഒരു സ്കൂളുണ്ട് കേട്ടോ. സ്കൂളല്ല പ്രത്യേകത, ആ സ്കൂളിലെ ഗ്രൗണ്ടാണ്. ഏതാ സെറ്റപ്പ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഒന്നും പറയാനില്ല. നമ്മളെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഉണ്ട്. എവിടെയെങ്കിലും ഉണ്ട് അങ്ങനെ? ഇവിടെ ചെറിയ ടർഫ് പോലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഏതാ വലിയൊരു ഗ്രൗണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു. ഒരു മല കാണാൻ നോക്കിയേ. പെരിങ്ങോടുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരുപാട് സംസാരിച്ചു പുള്ളിക്കാരനായിട്ട്. ഒരു ചായയൊക്കെ കുറിച്ച് അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. പുള്ളിക്കാരന് കണ്ണൂരിനെ കുറിച്ചും മലപ്പുറത്തിനെ കുറിച്ചൊക്കെ വലിയ കാര്യമാണ്. അപ്പം പുള്ളിക്കാരൻ പുസ്തകമൊക്കെ വായിക്കുന്നത് മനുഷ്യനാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈപ്പ് മനസ്സിലായില്ലേ? ആ ഒരു ടൈപ്പ്. പലതരം മനുഷ്യന്മാരല്ലേ അല്ലേ? മെയിനായിട്ട് ഈ യാത്രയിൽ മനുഷ്യന്മാരെ കാണാന്നുള്ളതാണ്. എല്ലാം മനുഷ്യന്മാർ തന്നെ, പക്ഷെ പലതരം മനുഷ്യന്മാർ. ഇതൊരു മനുഷ്യൻ. നമ്മളിപ്പോൾ ഏകദേശം മുണ്ടൂരെത്താറായിട്ടോ. ഞാനിപ്പോൾ ചവിട്ടി വീടാണ്. പരമാവധി പെട്ടെന്ന് എങ്ങനെയും കേരളം കടക്കണം എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഈ 2 എപ്പിസോഡ് ഒരു റോഡ് ട്രിപ്പായിട്ട് പോട്ടെ. ഇനി അങ്ങോട്ട് നല്ല ചൂടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞാൻ വന്ന്. പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലും പ്രകൃതി തെറ്റിച്ചു. എനിക്ക് വേണ്ടി ചൂടില്ല. കുറച്ച് മുമ്പ് ചെറിയൊരു വെയിലുണ്ടായി. ഇപ്പോഴാ ഇടയ്ക്കിടെ മഴയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വല്ലാണ്ട് ടയേർഡ് ആവുന്നില്ല. മഴ കൂടി കേട്ടോ. എവിടെയെങ്കിലും കയറണം. നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ സൈക്കിളിതേ അവിടെ വെച്ചു. ഇവിടെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരുമില്ല. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് മഴ മാറിയിട്ട് പോകാം.
എത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇനിയൊരു 9.5 കിലോമീറ്റർ, 9.5 കിലോമീറ്റർ കൂടി ഉള്ളൂ പാലക്കാട്ടേക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ എത്തുമായിരിക്കും. 12 മണിയായി, 12 മണി കഴിഞ്ഞു. അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മളിപ്പോൾ പാലക്കാട് റൂട്ടിൽ കയറാതെ നേരെ കോയമ്പത്തൂർ റൂട്ടിലേക്ക് കയറി കേട്ടോ. ഞാൻ പാലക്കാട് മെയിൻ സിറ്റി ടച്ച് ചെയ്യില്ല, നേരെ കോയമ്പത്തൂരാണ്. ഇന്ന് കോയമ്പത്തൂരിലേക്ക് പോകത്തില്ല കേട്ടോ. നേരെ ആ റൂട്ടിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. എന്താ മാർക്കറ്റാണ്, വെജിറ്റബിൾസ്. NH 544 നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഹൈവേയുടെ സർവീസ് റോഡിലൂടെ ആണ് നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും മെയിൻ റോഡ് പിടിക്കാറില്ല. നമുക്ക് നല്ലത് ഇങ്ങനത്തെ സർവീസ് റോഡ് തന്നെ. അതാകുമ്പോൾ സിമ്പിളായിട്ട് ചവിട്ടാം. ഇത് ഈ പാലമൊക്കെ കയറി കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചവിട്ടി പോവാം. ഈ പാലത്തിൻ്റെ താഴെക്കൂടെ വേറൊരു അണ്ടർവേ ഉണ്ട്. റൈറ്റ് പോയാൽ പൊള്ളാച്ചി, നേരെ പോയാൽ കോയമ്പത്തൂർ. എൻ്റെ ആദ്യ പ്ലാന് പൊള്ളാച്ചിയിലൊക്കെ പോയി തേനൊക്കെ കറങ്ങണമെന്നായിരുന്നു. പക്ഷെ ഞാനത് വിട്ടു. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എന്തേലും പറയാനുണ്ടോ? വിഷ്വൽ ബ്യൂട്ടി അല്ലേ കാണുന്നത്? ഒന്നും പറയാനില്ല. കണ്ട് ആസ്വദിക്കാം. മലപ്പുറം. ओ थैंक यू। आप किधर से? आगरा। आगरा? किधर? यूपी, उत्तर प्रदेश। यस। उत्तर प्रदेश। यू टूरिस्ट? हाँ, मैं जा रहा है इंडिया घूमने के लिए। इंडिया? हाँ, काम है, सेल होता है। താനൂർ. എത്ര ദിവസം 2 ദിവസമായുള്ളൂ. അങ്ങനെ പ്ലാനില്ല. ഫോണത്രയും പോട്ടെ. ഞാൻ മൊബൈൽ റിപ്പയറിങ്. ഇന്നിവിടെ നല്ല തണുപ്പുണ്ടല്ലേ? കഴിച്ചു. വേറെ ആരുമില്ല, സൈക്കിളുമാർ വരാൻ. പതുക്കെ അങ്ങനെ പോവാം. ടെൻറ്റ് അത് പമ്പിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോവാം. ഇന്നലെ 64. അത് നമ്മുടെ ഒരു ഇതുപോലെ ഞാൻ 50 കണക്ക് കൂട്ടിയുള്ളൂ. പിന്നെ നമ്മളെങ്ങോട്ടേലും വേറെ എവിടെ നിന്ന് കിട്ടിയും സ്റ്റേ ഒക്കെ മാറുമ്പോൾ സ്റ്റേ പോയി കിട്ടില്ല. അതനുസരിച്ച് ചിലപ്പോൾ 10-15 കിലോമീറ്റർ കൂടും. ഒരു 50 വെച്ചു ഡെയിലി പിടിക്കാൻ. ചവിട്ടാൻ വെച്ചാൽ ചിലപ്പോൾ 100 ചവിട്ടാം. പക്ഷേ ആള് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബോഡി പോകും. സുപ്പേൽ എന്നാ എങ്ങനെ? താങ്ക്സ്. ഞാൻ വീണ്ടും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു പമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കിയ പോലെ തന്നെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാളയാറിലാണ് കേട്ടോ. ഒരു 1/2 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ വാളയാറെത്തും. നോക്കിയതൊന്ന് എന്താ നോക്കിയവിടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ വ്യൂ കണ്ടാണ് നമ്മളിന്ന് ഉറങ്ങാൻ പോകുന്നത്. എന്താ ഞാൻ പറയാം. ഇവിടെ ഒരു പമ്പിലാണ് കേട്ടോ. നല്ല കിടിലം പമ്പ്. ഇന്നലെ നിന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്ററാണ്. നല്ല വ്യൂ ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സൈക്കിള് ഒന്ന് വാഷ് ചെയ്യണം. ഏതല്ലേ സെറ്റപ്പ്. സൈക്കിളാകെ ഡേർട്ടി ആയിട്ടില്ല, ഡേർട്ടി. ഒന്ന് വാഷ് ചെയ്യണം. ഞാനിതൊക്കെ ഒന്ന് എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന്
ഊരി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒന്ന് ഊരി വെക്കട്ടെ, എന്നിട്ട് വാഷ് ചെയ്യാം. സൈക്കിൾ ആകെ ചെളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പൈപ്പുണ്ട്, ഇത് വെച്ച് ആദ്യം ഒന്ന് നനച്ചിട്ട് തുടക്കാം. പിന്നെ എല്ലാവരോടും ഈ പേരടിക്കുമ്പോൾ യൂട്യൂബിൽ വരുന്നില്ല, എൻ്റെ പേരടിച്ചാലേ വരുന്നുള്ളൂ. സുഫൈൽ പുരക്കൽ എന്നടിച്ചാലേ വരുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേര്. സൈക്കിള് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ടെൻ്റ് അടിക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെ പരിപാടി. ഫുഡൊക്കെ കഴിച്ചിട്ടോ തുറക്കണ്ടേ, രാവിലെ എണീറ്റിട്ട് കാണാം. രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ദേ ഇതാണ്. സൈക്കിൾ ഫുള്ള് ലോഡ് ചെയ്തേട്ടോ. ഇനി നേരെ കോയമ്പത്തൂർ അപ്പോൾ യാത്രയ്ക്ക് എല്ലാ ആശംസ. പോയിട്ട് വരാം. ചെറുതായിട്ട് മഴ കൂടിയുണ്ട് കേട്ടോ, പക്ഷെ അത് നല്ല രസമുണ്ട്. മഴയത്ത്, ഈ പൊടിമഴയത്ത് ഇങ്ങനെ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകാം. നമ്മളിപ്പോൾ പ്രോപ്പർ വാളയാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ബംഗളൂരു 387 കിലോമീറ്റർ, കോയമ്പത്തൂർക്ക് 25. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കേട്ടോ, വാളയാർ ചെക്ക് പോസ്റ്റ്. ആരും ചെക്കൊന്നും ചെയ്തില്ല, നോക്കിയും കൂടിയില്ല. ചെക്കിംഗ് ഒന്നും ഇല്ല അവിടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ചെക്കിങ് ചെയ്യുമായിരിക്കും. നിലവിൽ വണ്ടിയൊക്കെ നേരെ കയറി പോകുന്നുണ്ട്. എവിടെയും വെൽക്കം ടു തമിഴ്നാട് എന്ന് കണ്ടില്ലല്ലോ. ഇനി അങ്ങനെ ഒരു ബോർഡ് കഴിഞ്ഞു പോയോ? പക്ഷേ ഈ സ്ഥലത്തിനെല്ലാം തമിഴ്നാടിൻ്റെ ഒരു ഫീലുണ്ട്. ഇവിടുത്തെ വീടൊക്കെ നോക്കി ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ബോർഡും കൂടി കണ്ടാലേ ഒരു ഫുൾ തൃപ്തിയാകത്തുള്ളൂ. നോക്കാം എവിടെയെങ്കിലും കാണുമെന്ന്. ഫുൾ കൃഷിയാണ് കേട്ടോ. ഇതെന്ത് കൃഷിയാണത്? പനയൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പനയൊക്കെ ഇത് വെച്ചൊരു കറുപ്പട്ടിയോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടാകും. കാണുമ്പോൾ ശർക്കര പോലെ ഇരിക്കും. അതൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ റോഡായിരിക്കും വിശാലമായി കിടക്കുന്നത്. ചിലപ്പോൾ ഇതിനേക്കാൾ വിശാലമായ റോഡായിരിക്കും ഇനി വരാൻ പോകുന്നത്. പ്ലേറ്റ് വെക്കാൻ അല്ലെങ്കിൽ കഴിക്കാനാ? ആ നാനത്തെ വെച്ചു. ഇത് പാറി പോണ പോലെ കാറ്റുകൊണ്ടിട്ട്. ക്ഷീണിച്ചപ്പേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരം കണ്ടപ്പോൾ കയറിയതാ. വലിയൊരു മരം, നല്ല കാറ്റുമുണ്ട്. മരത്തിന് ചുറ്റും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ
എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ മഞ്ഞ കളറിലെന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും അമ്പലമാണ്. അമ്പലം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഈ ടൈപ്പാണ്. പക്ഷേ വീടൊക്കെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ചേർന്ന് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തിൻ്റെ ഇത് ഗണപതിയാണല്ലോ. ഗണപതി എന്നല്ലേ? ഗണപതിയാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സെറ്റപ്പ്. കൊള്ളാം. നല്ല തണുപ്പ്. ഇങ്ങോട്ട് കയറി ഇതുവരെ ആ കാണുന്ന റോട്ടിൽ നല്ല ചൂടാണ്. പക്ഷെ ഈ മരത്തിൻ്റെ താഴെ ഭയങ്കര തണലും നല്ല തണുപ്പും. സൂപ്പർ. ഇതുവരെ റോട്ടിൽ എന്നുവെച്ചാൽ വാളയാർ എത്തുന്നവരെ മനുഷ്യന്മാർ കുറവായിരുന്നു റോഡ് സൈഡിലൊക്കെ. പക്ഷേ വാളയാർ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ഓടി ഈ റോഡിലേക്ക് കണ്ട് കയറിയപ്പോൾ റോഡ് നിറച്ച് മനുഷ്യന്മാർ. നല്ല വെയിലായിട്ടോ. ഞാൻ തൊപ്പി മാറ്റി, ഇതേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, മുഖത്തേക്ക് അടിക്കും. ഭയങ്കര ചൂടാണെങ്കിൽ ഇത് ആ മലയുണ്ടല്ലോ, അത് ക്യാമറയിൽ കാണുമ്പോൾ ഒരുപാട് ദൂരമുള്ള പോലുണ്ട്. ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ പൊക്കത്തൊക്കെ കോടയാണ് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ ചെറുപ്പളശ്ശേരി എത്തുന്ന മുമ്പായിട്ട് ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ആള് ഇവിടെയാണ്, കോയമ്പത്തൂർ പോകുന്ന വഴിക്കാണ് ആൾ ബിസിനസ് ചെയ്യുന്നത്. ആൾ നമ്പറൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. ആൾ കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ പോയി നോക്കട്ടെ. അന്നേരം അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യണം. കാലും കൈക്ക് നല്ല വേദനയുണ്ട്. റെസ്റ്റ് മസ്റ്റാണ്. 10 മണിയായിട്ടുള്ളൂ, രാവിലെ 10 മണിയായിട്ടുള്ളൂ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട്. കുറച്ച് ഓടിയുള്ളൂ, ഒരു 25 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25 കിലോമീറ്റർ ആയില്ല കേട്ടോ, അവിടെ എത്തിക്കാൻ 25 കിലോമീറ്റർ ആവും. എന്തായാലും പോയി നോക്കട്ടെ. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡാണ് കേട്ടോ. ഒരു തമിഴ്നാടൻ ഗ്രാമം എന്ന് പറയാം. കുറച്ച് കാടുകളും ഇതിന് ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ടാവും. പുള്ളിക്കാരൻ്റെ വീടാണോ ഏതാ പ്ലേസാണോ എന്ന് അറിയില്ല. ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ശരിക്ക് ഉള്ളിലോട്ട് കയറിയിട്ടാണ് നമ്മൾ തമിഴ്നാടിൻ്റെ ചാണകമായിരിക്കും അല്ലേ. അപ്പോൾ ആ മറ്റേ ആ മരത്തിൻ്റെ ആ ഭിത്തിയിൽ കണ്ടതും ചാണകം തന്നെ ആയിരിക്കുള്ളൂ. എത്തി തമിഴ്നാട് ഫീൽ കറക്റ്റ് ഇതാ ഇപ്പം കിട്ടി. ഒരു ഗ്രാമത്തിൻ്റെ വീണ്ടും കുതിരകൾ. കുതിരയൊക്കെ അനങ്ങാണ്ട് നിൽക്കണമല്ലേ, ശില്പം വല്ലതാണ്. അനങ്ങി വാലനങ്ങി. പുള്ളിക്കാരനോട് ഇല്ല കേട്ടോ, ആൾക്ക് പുറത്തോടെ പോയിരിക്കുകയാണ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു മരം കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബേക്കറി ഉണ്ട്, അവിടെ സൈക്കിൾ നിർത്തിയിട്ടിട്ട് ഇവിടെ ഇരുന്നു വെയിറ്റ് ചെയ്യാം. ഇന്നലെ വാളയാറിൻ്റെ കുറച്ച് അപ്പുറത്ത് ടോളൊക്കെ എത്തണ മുമ്പ് ഒരു പമ്പിൽ. സിംഗിൾ ഇരുണ്ടാ നല്ലതാ. പുള്ളിക്കാരൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. നേരത്തെ ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, ഞാൻ തിരിച്ചു പോയി ആളില്ലാത്തതുകൊണ്ട്.
അവിടെ 2 നായ ഉണ്ട് കേട്ടോ, എന്നെ കണ്ട് കുരച്ചു. ഫസ്റ്റ് ടൈം നെയ്ച്ചോറും സാമ്പാറും നോക്കിയതാ. മോശം പറയാനൊന്നുമില്ല, കൊള്ളാം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇതുവരെ റെസ്റ്റ് എടുത്തില്ല, ഇതിൻ്റെ മുമ്പിലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി കിടന്നുറങ്ങട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.